എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2026 വിഷു ഫലം. ഇന്ന് മകം നക്ഷത്രത്തിൻ്റെ 2026 വിഷു ഫലമാണ് പറയുന്നത്. മകം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിദേശ കാര്യങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് 2026 വിഷു വർഷം. കൂട്ടുകച്ചവടമൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ വളരെയധികം ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. കുറേ നാളുകളായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ല രീതിയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. പ്രണയം സഫലമാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം മകനക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. കുടുംബപരമായി വളരെയധികം സമാധാനപരമായ അന്തരീക്ഷമാണ് എങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുക. മകം നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 വിഷു വർഷം. പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അതുപോലെ കുറച്ച് കാലയളവായിട്ട് സന്താനങ്ങൾ ഇല്ലാതിരുന്ന മകം നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. സാമ്പത്തികപരമായി കുറച്ച് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. പ്രധാനമായിട്ടും കടബാധ്യതകൾ ഉണ്ടായിരുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഈ 2026 വിഷു വർഷം. വിവാഹപരമായി സ്ത്രീജനങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. പുരുഷജനങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത ഒരു വർഷമാണ്. ദോഷ പരിഹാരാർത്ഥം മകം നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ: 1. ശിവക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യുക. ഭഗവാന് ജലധാരയും കൂവള മാലയും മൃത്യുഞ്ജയ അർച്ചനയുമൊക്കെ നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ച ദിവസം തൃക്കൈവെണ്ണയും തുളസിഹാരം പാൽപ്പായസമൊക്കെ നേദിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ്. കൂട്ടത്തിൽ ഭാഗ്യസൂക്ത അർച്ചന കൂടി കഴിപ്പിച്ചാൽ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വഴിപാടുകളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ഈ 2026 വിഷു വർഷം മകൻ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമായിരിക്കും. എല്ലാ മകൻ നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.